ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അനാവശ്യ വിവാദമുണ്ടാക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPI-യും CPM-ഉം ഒക്കെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും നമ്മളൊരു പണം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ബിനോയ് വിശ്വം പറയുന്നത് പോലെ ഈ വയനാട്ടിൽ അവിടെ പുനരധിവാസ പ്രവർത്തനത്തിന് കേന്ദ്രം നൽകേണ്ട പണം ഇതുവരെ നൽകിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ സമയത്ത് വന്നതാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായ സമയത്ത് പ്രധാനമന്ത്രി സന്ദർശിച്ചതാണ്. അദ്ദേഹം നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്നത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട് തിരിച്ചുപോയ ശേഷം ഇന്നേ വരെ അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനത്തിന് ഒരു പൈസ പോലും നൽകാത്തൊരു സാഹചര്യമുണ്ട്. നൽകിയ പൈസയാണെങ്കിൽ അതൊരു വായ്പയാണ്. പിന്നീട് അതിനുശേഷം നൽകിയതും ചെറിയൊരു തുക മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം എത്ര മനുഷ്യരാണ് തെരുവിൽ ജീവിക്കുന്നത്, എത്ര മനുഷ്യരാണ് അതിൽ ദുരന്തത്തിലായത്. അപ്പോൾ അവരെ കൂടി സഹായിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, നമുക്കറിയാം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇതേ സമീപനമാണ്. എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പരമാവധി സാമ്പത്തികമായി ഞെരുക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്.